ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് നിരവധി കാരണങ്ങളുണ്ട്. അവ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്നതാണ്. പ്രധാന കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്ക. ഇസ്രായേൽ ഇറാനെ ഒരു നിലനിൽപ്പിന് ഭീഷണിയായി കാണുന്നു. ആണവായുധങ്ങൾ നേടാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയായി കണക്കാക്കുന്നു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ഉപരോധങ്ങളും സൈനിക നടപടികളും ഇസ്രായേൽ തേടുന്നു. 1979 ഇറാനിയൻ വിപ്ലവം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാനും ഇസ്രായേലും നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം ഇറാനിലെ പുതിയ ത്രിയോക്രാറ്റിക് ഭരണകൂടം ഇസ്രായേലിനെ പലസ്തീൻ ഭൂമിയുടെ അധിനിവേശകരായി കണക്കാക്കുകയും ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തു. ഫലസ്തീൻ ജനതയുടെ ഇറാൻ സഹാനുഭൂതി പുലർത്തുകയും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ എതിർക്കുകയും ചെയ്യുന്നു. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു. പ്രാദേശിക സ്വാധീനം. മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സ്വാധീനത്തിനായി ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു നിഴൽ യുദ്ധം നടന്നുവരുന്നു. സിറിയ, ലെബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ സംഘങ്ങൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നെന്ന് ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നു. ആണവ പദ്ധതി. ഇറാന്റെ ആണവ പദ്ധതി ഇസ്രായേലിന്റെ പ്രധാന ആശങ്കയാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ഇസ്രായേൽ നിരന്തരം ശ്രമിക്കുന്നു. ഇതിനായി ഇസ്രായേൽ ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം ചേർന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകുകയും മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് നിരവധി കാരണങ്ങളുണ്ട്. അവ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്നതാണ്. പ്രധാന കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്ക. ഇസ്രായേൽ ഇറാനെ ഒരു നിലനിൽപ്പിന് ഭീഷണിയായി കാണുന്നു. ആണവായുധങ്ങൾ നേടാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയായി കണക്കാക്കുന്നു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ഉപരോധങ്ങളും സൈനിക നടപടികളും ഇസ്രായേൽ തേടുന്നു. 1979 ഇറാനിയൻ വിപ്ലവം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാനും ഇസ്രായേലും നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം ഇറാനിലെ പുതിയ ത്രിയോക്രാറ്റിക് ഭരണകൂടം ഇസ്രായേലിനെ പലസ്തീൻ ഭൂമിയുടെ അധിനിവേശകരായി കണക്കാക്കുകയും ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും